ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഒരു ചിക്കൻ 65 ആണ്. അപ്പോൾ ഇന്നത്തെ സാധനത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ വെറും 65 അല്ല, ഇന്നൊരു KFC ചിക്കൻ ആണ്. യെസ്, അതിനുവേണ്ടി നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. മനസ്സിലാവും. വെളിച്ചെണ്ണ ഇതുവരെ സ്റ്റൗവിൽ വന്നിട്ടുള്ളൂ. അതും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ്. അല്ല ഞാനത് മിക്സ് ചെയ്യുന്ന കാണിക്കുന്നതാടാ. അല്ല, അതും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാം. മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള മിക്സിംഗ് അല്ല, നല്ല രീതിയിൽ ഒരു അരമണിക്കൂർ, ഒരു ദിവസമെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു ദിവസം ലേശം കൂടുതൽ ഞാൻ ഉടുപ്പറിയിക്കാം. നാച്ചുറലേ. ഇവന്റെ കുക്കിങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത്? തിന്നു കഴിയുമ്പോൾ അറിയാം. എന്ത് തിന്നു കഴിയുമ്പോൾ രസിച്ചു തിന്നും എന്റെ കുക്കിംഗ്. എടീ, ഇവന്റെ പുട്ട് സ്പെഷ്യൽ ഐറ്റം അല്ലേടാ? പുട്ടെന്ന് പറഞ്ഞാ പാനില് വറുത്തെടുക്കാം. ഞാനത് പാൻ കേക്ക് ആണ് ഉദ്ദേശിച്ചത് സാർ. പാൻ കേക്ക് ആണ് ഞാൻ ഇംഗ്ലീഷ് വാക്കിനോട് നീതി പുലർത്തുന്ന പുട്ടായിരുന്നു മറ്റേ. പാൻ കേക്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സാധനമായിരിക്കും. ക്രിസ്പി ചിക്കൻ. കുടിവെള്ളം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുടിക്കാൻ മൈദയിൽ മുക്കി, ഒന്നും കൂടി വെള്ളത്തിൽ മുക്കി, വീണ്ടും മൈദയിൽ മുക്കി. വെള്ളത്തിലല്ല മുക്കണ്ടത്, ആ മുട്ടയില മുക്കേണ്ടത്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി. വന്നിട്ട് ഇവരെന്ത് തേങ്ങ പറയണത്? കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരു ചിക്കൻ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ പരീക്ഷണം. അത് ഞങ്ങൾ ഇന്ന് ഒരു രാത്രി, ഇന്നൊരു ശനിയായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്രേവിങ്സ് ഉള്ളതുകൊണ്ട് ഇന്ന് എൻ്റെ വക ഒരു ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ഒരു ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഇത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം. ഇന്നപ്പോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ഞാനൊരു SFC എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് എക്സ്പീരിയൻസ് വെച്ചാണ്. SFC സദേൺ ഫ്രൈഡ് ചിക്കൻ, ബാംഗ്ലൂരിലെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ഞാൻ ചില സമയത്ത് പാർട്ട് ടൈമിൽ വരുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഒരു KFC ചിക്കൻ ഉണ്ടാക്കണമെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അറിവ് വെച്ച് നമ്മൾ ഇന്നിപ്പോ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം രണ്ടെണ്ണം വെച്ച് ടെസ്റ്റ് ചെയ്യാം. അതെങ്ങനെ ഫീൽ ആയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പിന്മാറും. അത്രേ ഉള്ളൂ. ആദ്യത്തെ ചിക്കൻ നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ ചിക്കൻ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ശുദ്ധമായ ഗോൾഡൻ ഫ്ലവർ ഓയിൽ. പൊങ്ങാമുണയാണ്. എണ്ണ ചൂടായെന്ന് എങ്ങനെ അറിയും? എണ്ണ ചൂടായെന്ന് അറിയണമെങ്കിൽ അതിനുള്ളൊരു കിടിലൻ സംഭവമാണ്. നമ്മുടെ നാട്ടും പുറത്ത് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു സാധനം. ജസ്റ്റ് ഒരു കടുക് ഇട്ട് നോക്കാം. എടാ, ഞാൻ വിചാരിച്ചു നീ വല്ല കയ്യൊക്കെ ഇട്ട് നോക്കുമെന്ന്. എടാ, നിനക്ക് അറിയാലപ്പാ. ആ ഒരു കടുക് ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ചിക്കൻ, ആദ്യത്തെ ചിക്കൻ എടുത്തിടുക. എവിടെ കടുക്? അവിടെ അത് ഞങ്ങൾ കാണൂല, കാരണം ഇത് നമുക്ക് കടുക് ഫ്രൈ അല്ല ഉണ്ടാക്കുന്നത്, ചിക്കൻ ഫ്രൈ. കടുകിനെ കണ്ടു. നമ്മൾ ആദ്യം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, വെള്ളത്തിൽ എങ്ങനെ? എന്നിട്ട് വെള്ളത്തിൽ ഇതാണ് നമ്മുടെ വീട്ടമ്മമാര് ചെയ്യണ ആദ്യത്തെ തെറ്റ്. നമ്മൾ KFC ചിക്കൻ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് അവർ ചെയ്യാൻ വിട്ടു. അതാണ് KFC ചിക്കൻ പോലെ ആവാത്തത്. അപ്പോൾ ആദ്യം ഇങ്ങനെ അങ്ങോട്ട് മുക്കുക, എന്നിട്ട് തിരിച്ചെടുക്കുക, തിരിച്ച് അതേപോലെ മുക്കുക, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുടയാ, എന്നിട്ട് നേരെ കൊണ്ട് കൗണ്ടറിൽ നിൽക്കുന്ന ഒരു ഫീൽ. കാരണം ആ സ്മെല്ലായിരിക്കും നമുക്ക് നമ്മുടെ വീടിന്റെ മുറ്റത്തിൽ. അത് നമ്മളെ നാട്ടുമ്പുറത്തെ കണ്ടിട്ടില്ലേ, ഒരു പണിയില്ലാണ്ട് നടക്കുന്ന മാതിരി, അതേപോലത്തെ അപ്പൂപ്പന്മാര്. അത് ആ സംഭവം എന്താന്നറിയോടാ, ഇതിന്റെ മണം എത്തി തുടങ്ങി. അതാ വന്നത്. ആദ്യം ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യാം. ഇനി ഇത് കൊളോ ഇല്ലേന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. കാരണം നമുക്ക് ഇന്ന് ചെറിയ എല്ലാവർക്കും വേണ്ട ഫുഡല്ലേ, അപ്പോൾ കാശ് നമ്മൾ നഷ്ടപ്പെട്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള
അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ സൈഡും ഒന്നും ആവണ്ടേ. നമുക്ക് മെഷീനൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ആയ ഇല്ലെന്ന് കണ്ട KFC ചിക്കൻ പോലെയൊക്കെ ഇപ്പൊ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. ഇല്ലേ ഈ ഒരു സെറ്റപ്പ് നമ്മ സാധാ ആ വെള്ളത്തിൽ മുക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്പിനെസ് ഒന്നും കിട്ടൂല. പിന്നെ അവർ ഉപയോഗിക്കുന്ന ഒരു പൗഡറും കൂടി ഉണ്ട്, ഒരു ബ്രെഡ് ക്രംസ്. അത് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇല്ലെങ്കിൽ നല്ലതുപോലെ വരേണ്ടതായിരുന്നു. കണ്ടോ ചിക്കൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ കണ്ടോ? ഇങ്ങനെ എടുത്ത് കാണിച്ചത് വേകാനുണ്ട് ഉള്ളിൽ. ഒരു മിനിമം ഒരു 10 മിനിറ്റ് 8 മിനിറ്റാണ് നമുക്കൊരു ചിക്കൻ വേകാനുള്ള ഒരു ടൈം വേണ്ടത്. അതനുസരിച്ചാണ് നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നത്. വെണ്ണയല്ല എണ്ണ. എണ്ണ അത് പറയാത്തവർ കിച്ചണിൽ പോലും കയറാൻ പാടില്ലെന്നാണ് എന്റെ വള്ളി മാറിപ്പോയല്ലേ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാനുള്ളൂ. നമ്മുടെ മോഹൻലാലിന്റെ സിനിമകൾ എല്ലാരും ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. തുടരും എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ എല്ലാരും പോയി കാണുക. മോഹൻലാൽ ലാലേട്ടൻ ഈസ് ബാക്ക്. വില്ലൻ ജോർജ് സാർ. ഹലോ. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ ഒരുവിധം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിനൊരു കളർ കൊടുക്കണം. അതിന് നമ്മൾ ഇങ്ങോട്ട് അടുത്തേക്കോ ഇതങ്ങോട്ട് കൂട്ടിയിടുക. അപ്പോൾ ഇതങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക, ഇടുക. ഇവിടെ ബന്ധില്ല. കോൺഫ്ലവറിന് അതുപോലെ തന്നെ ഉണ്ട്. കോൺഫ്ലവർ പറ്റാത്തതാണ്, ചിക്കനാണ്. എന്താ ആ ഒരു ശബ്ദം കണ്ടില്ലേ? ആ ശബ്ദം കേൾക്കുമ്പോ KFC ചിക്കന്റെ കളർ ഇപ്പൊ ആയി വരുന്നതാണ്. നമ്മളിന്ന് അധികം മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഇടാത്തത് കൊണ്ടാണ് നമുക്ക് ഈ കളറിൽ കിട്ടുന്നത്. കുറച്ചുകൂടി മിക്സ് ചെയ്യും. കളർ നോക്കി ചിക്കനാണ് നമുക്കപ്പോ ഇവിടെ നമുക്ക് ടേസ്റ്റിംഗ് സൂരജിൽ നിന്ന് ടേസ്റ്റിംഗ് ആണ്. കൊള്ളാം, അടിപൊളി. ആദ്യം ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. നീ കഴിച്ചില്ല. ഒരു KFC ചിക്കന്റെ വൈബ് കിട്ടുന്നത് എടുത്തോളൂ. എങ്ങനെയുണ്ട് സത്യം പറ? ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അടിപൊളി. Yo, everybody in the house, see the boys again. Moving close together just to catch that killer. Make no mistake, this is no thriller. Time wanting the pain till they get him slain. We're talking, saying the story about the 4 real brothers.